പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 25 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം അപ്പാ, സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്തവനാകിയാൽ സ്തോത്രം, അങ്ങ് കരുണയുള്ളവനാകിയാൽ സ്തോത്രം, അങ്ങ് ദയയുള്ളവനാകിയാൽ സ്തോത്രം, അങ്ങ് മനസ്സലിവുള്ള കർത്താവാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കർത്താവിൻ്റെ സ്നേഹത്തിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിന് സ്തോത്രം, ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം, ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം, അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം 75, ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ കർത്താവിൻ്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം പറഞ്ഞു, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യം എല്ലാവരും അനുഭവിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ പ്രസൻസ് അനുഭവിക്കട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. എല്ലാവരും തന്നെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവരും തന്നെ അങ്ങയുടെ സമാധാനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, അങ്ങയുടെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, അങ്ങയുടെ ശക്തിയിൽ നിറഞ്ഞു നിൽക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥികൾക്ക് ഫ്രാക്ചറുകൾ സംഭവിച്ചു, അത് ജോയിൻ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവൻ ഫ്രാക്ചറുകൾ റീയൂണിയൻ സംഭവിക്കാതെ അവൻ അകന്നിരിക്കുന്ന കേസുകൾ, പ്രായമായതുകൊണ്ടും അല്ലാതുണ്ടായ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാരണവും ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന് പ്രഭാതത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ യേശുവിൻ്റെ നാമത്തിൽ ജോയിൻ്റ് ആകട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ ജോയിൻ്റ് ആകാൻ കൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. അത് അത്ഭുതകരമായി സംഭവിച്ചതിന് സ്തോത്രം. അതുപോലെ വീൽ ചെയറിലും ബെഡ് റിഡനുമായിരിക്കുന്നവർക്ക് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വീൽ ചെയറിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ. ബെഡ് റിഡൻ കേസുകൾ എഴുന്നേൽക്കട്ടെ. വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കട്ടെ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ബെഡ് റിഡൻ ആയവരോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. വീൽ ചെയറിൽ ഇരിക്കുന്നവരോട് കൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ജോലിയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ആവശ്യങ്ങളിൽ കൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ഓടി നടക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലും അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലായിടങ്ങളിലും വലിയ മഹിമ വെളിപ്പെടണമേ. അങ്ങനെ ആത്മാവിൻ്റെ മഴ ഇന്ന് പെയ്യണമേ. അഭിഷിക്തന്മാരെ കർത്താവ് ഉപയോഗിക്കണമേ. കർത്താവെ, ജനത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹവും ആവേശവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ, നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കാനും, പുതിയ കൃപകൾ പ്രാപിപ്പാനും, പുതുശക്തി പ്രാപിപ്പാനും, പുതുബലത്തോടുകൂടെ കർത്താവിനെ സേവിപ്പാനും ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യേണ്ട. നാളെ മുതലാണ് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ആരംഭിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിൽ എല്ലാവരും, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പകൽക്കാലം പ്രാർത്ഥിക്കുവാനും വേദപുസ്തകം വായിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ സമയം ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കണം. പ്രയർ ബ്രേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം. പ്രയർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്
ടീ ബ്രേക്ക്, കോഫി ബ്രേക്ക് എന്ന് പറയുന്നത് പോലെ പ്രെയർ ബ്രേക്ക് ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ. അതുപോലെ റീഡിംഗ് ബ്രേക്ക് ഉണ്ടാകണം, അതായത് ദൈവവചനം വായിക്കുവാൻ. അതുപോലെ വർഷിപ്പ് ബ്രേക്ക്, പ്രൈസ് ബ്രേക്ക് ഒക്കെ നിങ്ങൾ എടുക്കണം. അങ്ങനെ ഈ 3 ദിവസം പ്രാർത്ഥനയുടെയും ഉപവാസത്തോടും കൂടെ ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാകും. ഇന്ന് പത്രോസിൻ്റെ ലേഖനം, 1 പീറ്റർ 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണമാണ്. ആമേൻ. എങ്ങനെ നമ്മളെ വിളിച്ചിരിക്കുന്നു, ആ വിളിച്ച ആ കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുകളിൽ വേണേൽ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 14-ാമത്തെ വാക്യം പറയുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കുക. അതായത് കർത്താവുമായിട്ട് നമ്മൾ ആ ബന്ധത്തിൽ വരുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അറിവില്ലാത്ത കാലത്തുണ്ടായിരുന്ന മോഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ മാതൃകയാക്കരുത്, അതിൻ്റെ പിറകെ പോകരുത്. പിന്നെയോ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പം എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത്? ഇത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്യമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു നമ്മുടെ വിശുദ്ധിയായി. നിങ്ങളോ അവനിൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ ക്രിസ്തുയേശുവാണ് നമ്മുടെ വിശുദ്ധി. ഇനി തിരിച്ചറിയേണ്ട കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഈ ബാഹ്യമായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമല്ല. എവറിത്തിങ് എബൌട്ട് ഗോഡ് ഈസ് ഹോളി. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം വിശുദ്ധമാണ്. അവൻ ദൈവിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീതി വരും, അതിനകത്ത് കരുണ വരും, അതിനകത്ത് സത്യം വരും, അതിനകത്ത് വിശ്വസ്തത വരും. ഇതെല്ലാം ദൈവിക നീതിക്കകത്ത്, ദൈവത്തിൻ്റെ നീതിയിലുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് നമ്മളോട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്ന് പറഞ്ഞാൽ, ആമേൻ. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ മാറ്റുക, അല്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുന്നോ അത് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നും ഈ ഭൂമിക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവവൈതലും എഫേസ്യ ലേഖനം 2-ാം അധ്യായ പ്രകാരം നമ്മൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്ന ആ സിംഹാസനത്തിലിരിക്കുന്നവരാണ്. ഹെവൻലി പ്ലേസസിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ നേച്ചർ, അവിടുത്തെ രീതി, അവിടുത്തെ സ്വഭാവം അത് നമ്മളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനിയും വേറൊരു രീതിയിൽ പറഞ്ഞാൽ വേർപെടുക, സെറ്റ് എപ്പാർട്ട്. എന്തിനു വേണ്ടി? ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റപ്പെട്ട ഒരു ജീവിതം. ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറയും, നമ്മൾ ഈ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ പാല് തിളപ്പിക്കാൻ, പാല് കാച്ചാൻ നമുക്കൊരു പ്രത്യേക പാത്രമുണ്ട്. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ അത് വളരെ വിശുദ്ധിയോടെ നമ്മൾ സൂക്ഷിക്കും. അല്ലെങ്കിൽ മറ്റു മായങ്ങളും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത പാത്രത്തിൽ പാല് തിളപ്പിച്ചാൽ ചിലപ്പം പാല് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ എന്തിനു വേണ്ടി മാത്രം ഈ കലം പാല് തിളപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുക. മമ്മിയൊക്കെ എന്നോട് പറയും, മോനെ ഇത് പാല് തിളപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള കലമാണെന്ന് പറയും. അപ്പോൾ ഈ കലം പാല് മാത്രം ഉപയോഗിക്കാൻ, പാല് തിളപ്പിക്കാൻ മാത്രമുള്ള. ഇതുപോലെ ദൈവത്തിന് മാത്രം ഉപയോഗിക്കുവാൻ ദൈവം വ്യത്യസ്തനായിരുന്നു മറ്റെല്ലാത്തിൽ നിന്നും. അതുപോലെ നമ്മളെയും ദൈവം വ്യത്യസ്തരാക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് മാത്രം ഉപയോഗിക്കുവാൻ. നമ്മുടെ കണ്ണുകളായാലും നമ്മുടെ കാതുകളായാലും നമ്മുടെ നാവായാലും നമ്മുടെ കൈയായാലും നമ്മുടെ കാലുകളായാലും ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിന് ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം ഉള്ള ഒരു പാത്രമാക്കി സെറ്റ് എപ്പാർട്ട്. ആമേൻ. ദൈവിക ശുശ്രൂഷയ്ക്കായി, ദൈവിക പദ്ധതികൾക്കായിട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുവാനായിട്ട് നമ്മളെ മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്നവരാകാം, ബിസിനസ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ കുടുംബസ്ഥരാകാം, ആരുമായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു ബോധം വേണം, എവിടെയാണെങ്കിലും നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ നേച്ചർ നിങ്ങളായിരിക്കുന്നിടത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്.
അതുമാത്രമല്ല, നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ സ്വഭാവം സകല മനുഷ്യരും കാണണം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ആരെ റെപ്രസെൻ്റ് ചെയ്യുക? ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുക, അത്ഭുതവാനായ ദൈവത്തെ പ്രതിനിധീകരിക്കുക. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടു. ഇന്ന് നമ്മളെ കാണുന്നവർ സ്വർഗത്തിലെ അപ്പനെ കാണത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതമാണ് നയിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവെ, എന്നെ അതിനായിട്ട് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അസാധ്യമല്ല. കാരണം അസാധ്യമായിരുന്നുവെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മളോട് അങ്ങനെ ആകാൻ പറയത്തില്ല. വീണ്ടും ജനനത്തിലൂടെ നമ്മളിലേക്ക് ദൈവിക ജീവൻ വന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ജീവിതം ഒന്നും അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് അങ്ങയുടെ ശരീരമാണ്, അങ്ങയ്ക്ക് വേണ്ടി വേർപെടുത്തിയിരിക്കുന്ന ഒരു പാത്രമാണെന്ന് പറഞ്ഞ് സമർപ്പിച്ച് ദിവസവും പ്രഖ്യാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി ജീവിക്കുക. നിങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എവിടെയെങ്കിലും കുറവുകൾ വരുമ്പോൾ കർത്താവിനോട് ഏറ്റു പറയുക. കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറയുക. കർത്താവ് നമ്മളെ കഴുകി വെടിപ്പാക്കും. വീഴ്ചകൾ വരാതെ സൂക്ഷിക്കുക, ഇടർച്ചകൾ വരാതെ സൂക്ഷിക്കുക. കർത്താവിൻ്റെ വിശുദ്ധിയിൽ തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.